ആരെയും ആകർഷിക്കുന്ന ആത്മവിശ്വാസം. ബോഡി ലാംഗ്വേജ് മാസ്റ്റർ ക്ലാസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തിരക്കുള്ള മുറിയിൽ, ഒരു പാർട്ടിക്കിടയിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് കാത്തിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ വരുന്നത് തന്നെ ഒരു പ്രത്യേക മാസ് എൻട്രിയോടെ ആയിരിക്കും. അവരൊരു വാക്കുപോലും സംസാരിച്ചിട്ടുണ്ടാകില്ല, പക്ഷേ എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് നീളുന്നു. അവർ എന്തു വസ്ത്രം ധരിച്ചു എന്നതല്ല അവിടെ വിഷയം, മറിച്ച് അവർ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്ന ആ ഒരു പ്രത്യേക എനർജിയാണ്. എന്താണ് ഇവർക്ക് മാത്രമുള്ള ആ സൂപ്പർ പവർ? അതിനെയാണ് നമ്മൾ ബോഡി ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ നാവ് സംസാരിക്കുന്നതിനേക്കാൾ വേഗത്തിലും വ്യക്തമായും നിങ്ങളുടെ ശരീരം മറ്റുള്ളവരോട് സംസാരിക്കും. നിങ്ങളൊരു ലീഡറാണോ അതോ വെറുമൊരു ഫോളോവർ ആണോ എന്ന് നിങ്ങളുടെ നിൽപ്പ് തന്നെ വിളിച്ചു പറയും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ആളുകൾ രഹസ്യമായി സൂക്ഷിക്കുന്ന, എന്നാൽ എല്ലാവർക്കും മാസ്റ്റർ ചെയ്യാവുന്ന 5 ബോഡി ലാംഗ്വേജ് സീക്രട്ടുകളെക്കുറിച്ചാണ്. ഇത് വെറുമൊരു വീഡിയോ അല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ മാറ്റാനുള്ള ഒരു ഗൈഡാണ്. സ്റ്റെപ്പ് 1, പോസ്ചർ. ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ആദ്യ അടയാളമാണ്. പലരും വിചാരിക്കുന്നത് നല്ല ലുക്സും വില കൂടിയ ഡ്രസ്സും ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും എന്നാണ്. എന്നാൽ അതൊരു വലിയ കെണിയാണ്. വസ്ത്രങ്ങളെക്കാൾ പ്രധാനം നിങ്ങളത് എങ്ങനെ ധരിക്കുന്നു എന്നതിലാണ്. നിങ്ങൾ തോളുകൾ കുനിച്ചും തല താഴ്ത്തിയുമാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ല എന്ന സന്ദേശമാണ് നിങ്ങൾ ലോകത്തിന് നൽകുന്നത്. ഇതിനെ ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് എന്ന് വിളിക്കുന്നു. എന്നാൽ നിങ്ങൾ നട്ടെല്ല് നിവർത്തി തോളുകൾ റിലാക്സ് ചെയ്ത് നിൽക്കുമ്പോൾ ഇൻസ്റ്റന്റായി നിങ്ങൾ കൂടുതൽ ആകർഷകനാകുന്നു. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ശരിയായ രീതിയിൽ നിൽക്കുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല എന്ന് തിരിച്ചറിയുക. നിങ്ങൾ നിവർന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ കുറയുകയും ടെസ്റ്റോസ്റ്റിറോൺ അഥവാ കോൺഫിഡൻസ് ഹോർമോൺ വർദ്ധിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നു. നമ്മുടെ ബോഡി ലാംഗ്വേജും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിൽ നമ്മുടെ ശാരീരിക ക്ഷമതയ്ക്ക് വലിയ പങ്കുണ്ട്. ഒരു കരുത്താർന്ന ശരീരമുണ്ടെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ വളരെ എളുപ്പത്തിൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായി ഒരു വലിയ സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 3999 രൂപ വിലമതിക്കുന്ന നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് വീഡിയോ കോഴ്സ് ഇപ്പോൾ നമ്മുടെ ചാനൽ മെമ്പേഴ്സിന് മാത്രമായി ലഭ്യമാണ്. ജിമ്മിൽ പോകാതെ, ഒരു ഉപകരണവുമില്ലാതെ സ്വന്തം ശരീരഭാരം മാത്രം ഉപയോഗിച്ച് എങ്ങനെ മസിൽ വളർത്താം, കരുത്തു വർദ്ധിപ്പിക്കാം എന്ന് ഈ കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിലൂടെ ഈ ഫുൾ കോഴ്സ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. ഇതിനോടകം നമ്മുടെ ഫിറ്റ്നസ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത 300-ലധികം മെമ്പേഴ്സിനൊപ്പം നിങ്ങളും പങ്കുചേരും. ഏത് ലെവലിലുള്ള മെമ്പർഷിപ്പ് എടുത്താലും നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ്സ് ലഭിക്കും. താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളുടെ മാറ്റത്തിന് തുടക്കം കുറിക്കൂ. സ്റ്റെപ്പ് 2, ഐ കോൺടാക്ട്. ആത്മവിശ്വാസത്തിന്റെ കണ്ണുകൾ. ഐ കോൺടാക്ട് എന്നത് ഒരു വലിയ കലയാണ്. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിയുക എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ യാതൊരു ഭയവുമില്ല എന്നാണ് അർത്ഥം. പലരും സംസാരിക്കുമ്പോൾ കണ്ണുകൾ വെട്ടിക്കുകയോ താഴേക്ക് നോക്കുകയോ ചെയ്യും. ഇത് നിങ്ങൾ എന്തോ ഒളിക്കുന്നു എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണ് എന്നോ ഉള്ള തോന്നലുണ്ടാക്കും. ദ പവർ മൂവ്. നിങ്ങൾ ഒരാളെ കാണുമ്പോൾ ആദ്യം അവർക്കൊരു പുഞ്ചിരി നൽകുക, തുടർന്ന് കണ്ണുകളിലേക്ക് നോക്കുക. സംസാരിക്കുമ്പോൾ ഏകദേശം 60 മുതൽ 70% സമയം ഐ കോൺടാക്ട് നിലനിർത്താൻ ശ്രമിക്കുക. അമിതമായാൽ അത് തുറിച്ചുനോട്ടമായി മാറും. അതിനാൽ ഇടയ്ക്ക് നോട്ടം മാറ്റാനും ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരാളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ പവർ ലഭിക്കുന്നു. സ്റ്റെപ്പ് 3, ഹാൻഡ് ജെസ്റ്ററുകൾ. വാക്കുകൾക്ക് ജീവൻ നൽകുക. നമ്മുടെ കൈകൾ വെറുതെ തൂക്കിയിടാനുള്ളതല്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ വാക്കുകളെ സപ്പോർട്ട് ചെയ്യണം. കൈകൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് നിങ്ങളെ ഒരു ഡിഫെൻസീവ് മൂഡിൽ കാണിക്കും. അതായത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന സന്ദേശം അത് നൽകുന്നു. എങ്ങനെ മെച്ചപ്പെടുത്താം? സംസാരിക്കുമ്പോൾ കൈകൾ തുറന്നു പിടിക്കുക, ഓപ്പൺ പാംസ്. ഇത് നിങ്ങൾ സത്യസന്ധനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കും. വലിയ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ കൈകൾ കൊണ്ട് ആകൃതികൾ കാണിക്കുന്നത് കേൾക്കുന്നവർക്ക് കാര്യം വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. പക്ഷേ കൈകൾ അമിതമായി ചലിപ്പിക്കുന്നത് നിങ്ങൾ ആവേശഭരിതനാണെന്നോ അല്ലെങ്കിൽ നിയന്ത്രണമില്ലാത്തവനാണെന്നോ തോന്നിപ്പിക്കും. അതുകൊണ്ട് മിതമായ ചലനങ്ങൾ ശീലിക്കുക. സ്റ്റെപ്പ് 4, മുഖഭാവങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. നമ്മുടെ മുഖം ഒരു തുറന്ന പുസ്തകമാണ്. പലരും സോഷ്യൽ മീഡിയയിലും ഫോണിലും മുഴുകി ഇന്ന് മുഖത്ത് എക്സ്പ്രഷനുകൾ വരാത്ത ഒരവസ്ഥയിലാണ്. റെസ്റ്റിംഗ് ബിച്ച് ഫേസ്. ഇത് നിങ്ങളെ ഒരു റോബോട്ടിനെ പോലെ തോന്നിപ്പിക്കും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ ചെറിയ രീതിയിൽ തലയാട്ടുകയോ അനുയോജ്യമായ സമയത്ത് പുഞ്ചിരിക്കുകയോ ചെയ്യുക. ഒരു ജെനുവിൻ സ്മൈൽ എന്നാൽ അത് നിങ്ങളുടെ കണ്ണുകളിലും പ്രതിഫലിക്കണം. ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളൊരു നല്ല ശ്രോതാവ് കൂടിയാകണം. സ്റ്റെപ്പ് 5, മൈൻഡ് സെറ്റ് ആൻഡ് റിലാക്സേഷൻ. എല്ലാ ട്രിക്കുകളും പഠിച്ചാലും നിങ്ങൾക്കുള്ളിൽ പേടിയാണെങ്കിൽ ബോഡി ലാംഗ്വേജ് ഫേക്കായി തോന്നും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം റിലാക്സേഷനാണ്. നിങ്ങൾ നിൽക്കുന്ന സ്പേസിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുക.
ഒരാൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് കരുതി വല്ലാതെ വിറയ്ക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. ഒരു ആൽഫ പേഴ്സണാലിറ്റി എന്നത് ഒച്ചവെക്കുന്നതല്ല, മറിച്ച് ശാന്തമായി കാര്യങ്ങളെ നേരിടുന്നതാണ്. നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ നിങ്ങളുടെ ചലനങ്ങൾ നാച്ചുറലായി മാറും. ഈ ശാന്തതയാണ് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഒഴിവാക്കേണ്ട 3 മാരകമായ തെറ്റുകൾ. എത്തിക്കൽ വാർണിംഗ്. ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട്. ഫിഡ്ജറ്റിംഗ്. കൈവിരലുകൾ ഒടിക്കുക, കാലുകൾ ആട്ടുക, അല്ലെങ്കിൽ പോക്കറ്റിലെ കീ ഉപയോഗിച്ച് കളിക്കുക. ഇത് നിങ്ങൾ വല്ലാതെ നെർവസ് ആണെന്നതിന്റെ ലക്ഷണമാണ്. ഇൻവേസീവ് സ്പേസ്. മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി നിൽക്കരുത്. ഇത് അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കും. മാന്യമായ ഒരകലം എപ്പോഴും പാലിക്കുക. ഫേക്ക് കോൺഫിഡൻസ്. അമിതമായി ഷോ കാണിക്കാൻ ശ്രമിക്കരുത്. ബോഡി ലാംഗ്വേജ് എന്നത് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താനാണ് ഉപയോഗിക്കേണ്ടത്. ബോഡി ലാംഗ്വേജ് എന്നത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. ഇതൊരു ശീലമാണ്. ഇന്നു മുതൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 1-2 വീതം പ്രയോഗിച്ചു തുടങ്ങുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറ്റം നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും മനസ്സിലാകും. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് സ്വന്തമാക്കാൻ മറക്കണ്ട. ജോയിൻ ബട്ടൺ വഴി ഇന്ന് തന്നെ നമ്മുടെ മെമ്പർ ആവുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ കോൺഫിഡന്റ്, സ്റ്റേ സ്ട്രോങ്.